പന്ന്യന്റെ പിൻഗാമിയെ സംബന്ധിച്ച് CPI നേതൃത്വത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായി ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുതിർന്ന നേതാക്കളായ കാനം രാജേന്ദ്രനും KE ഇസ്മായിലും പന്ന്യന്റെ പിൻഗാമിയാകാൻ കരുനീക്കം നടത്തുന്നതായാണ് സൂചന. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര സാധ്യത തള്ളാനാകില്ലെന്ന് കാനം രാജേന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം പന്ന്യനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി റിപ്പോർട്ടറോട് വ്യക്തമാക്കി. CPI സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനിയില്ലെന്ന് തുറന്നു പറഞ്ഞ പന്ന്യൻ രവീന്ദ്രനാണ് പുതിയ സെക്രട്ടറി ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ബ്രാഞ്ച് സെക്രട്ടറിമാർക്കായി നവയുഗം മാസികയിൽ എഴുതിയ കത്തിൽ ഇക്കാര്യം പന്ന്യൻ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു. മുതിർന്ന നേതാക്കളായ KE ഇസ്മായിൽ, കാനം രാജേന്ദ്രൻ എന്നിവരിൽ ഒരാൾ പന്ന്യന്റെ പകരക്കാരനാകുമെന്നാണ് കരുതുന്നത്. ജില്ലാ സമ്മേളനങ്ങളിൽ ഇരുപക്ഷവും ഇതനുസരിച്ചുള്ള ചരടുവലികൾ നടത്തുകയും ചെയ്തു. ദേശീയ നേതൃത്വമാകട്ടെ സമവായത്തിലൂടെ പുതിയ സെക്രട്ടറി കണ്ടെത്താനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടത്തുന്നത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടത്താൻ പാർട്ടി ഭരണഘടന അനുശാസിക്കുന്നുണ്ടെന്ന് ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി റിപ്പോർട്ടറോട് പറഞ്ഞു. എന്നാൽ പന്ന്യനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും സുധാകർ റെഡ്ഡി വ്യക്തമാക്കി. There can be election also, but generally by consensus and with the advice of the central leadership, the party gets elect its secretaries. അതേസമയം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കാനം രാജേന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല. ഇപ്പൊ നാളത്തെ ഒരു കാര്യം നമുക്ക് എങ്ങനെ പ്രൊഡിക്ട് ചെയ്യാം? സെക്രട്ടറി സ്ഥാനം സംബന്ധിച്ച പരസ്യ പ്രതികരണം ഉചിതമല്ലെന്നായിരുന്നു മുതിർന്ന നേതാവ് C ദിവാകരന്റെ പ്രതികരണം. അത് പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ്, കൂട്ടായ ഉത്തരവാദിത്വമാണ്. എന്നാൽ കാനം KE തർക്കം എങ്ങും എത്തിയില്ലെങ്കിൽ പന്ന്യന് ഒരു അവസരം നൽകാൻ ദേശീയ നേതൃത്വം തയ്യാറാകുമെന്നും സൂചനയുണ്ട്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, കോട്ടയം.